വലിയച്ഛൻ 200, ചെറിയമ്മ 200. 400 രൂപ. അങ്ങനെ ഇപ്പം മൊത്തം 2500 രൂപ. 2500 രൂപയോ? ആ ചേച്ചി 2500 രൂപ. ചേച്ചിക്കോ? എനിക്ക് 1500 ഉള്ളൂ. അയ്യേ എനിക്ക് കോളടിച്ചു. നിനക്ക് എവിടുന്നാടി ഇത്രയും ക്യാഷ്? കണക്കൊക്കൊന്നില്ലല്ലോ ചേച്ചി. ഇത് പറ. ചേച്ചി മറന്നോ ഞാൻ അവരുടെ കൂടെ കൈനീട്ടം വാങ്ങാൻ പോയത്? ഓ അതോ. ഇടിച്ചപ്പോ പറഞ്ഞായിരുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഷോ എനിക്കാണെങ്കിൽ 500ന്റെ കുറവുണ്ട്. എന്തിന്? ലിപ്സ്റ്റിക്ക് വാങ്ങാനായിരുന്നടി. ആ അതായിരുന്നോ? ആണെങ്കിൽ നിനക്കെന്താ പിടിച്ചില്ലേ? അയ്യോ ഇങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ലേ? ഇടി പിടിക്കാൻ വന്നിട്ടുള്ളൂ. അല്ലേ ചേച്ചി എന്നാ 500 രൂപ എടുത്തോ. നീയോ എനിക്ക് 500 രൂപ തരാന്നോ? അല്ലേ ചേച്ചി എന്നാ എടുത്തോ. എന്ത്? ഇത് സത്യമാണോ? അയ്യോ അത്ഭുതം തന്നെ. കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. എടുക്കണമെങ്കിൽ എടുക്ക്. അതെന്താടി? എനിക്ക് ഇത്രയും ക്യാഷ് വേണ്ട ചേച്ചി. എനിക്ക് ആവശ്യത്തിനുള്ളതായി. താങ്ക് യു ഡി. നന്ദി. ഓ തന്നേക്കാം. എന്ത് നടിയില്ല അനിയത്തി. ആ പിന്നെ ചേച്ചി ഫാത്തിമയുടെ വീട്ടിലെ റംസാൻ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? ഇനി നമുക്ക് പോകാം. ഞാൻ പോയി അമ്മയോട് ചോദിക്കട്ടെ കേട്ടോ. ആ അമ്മയോട് പറഞ്ഞാലും ഞാനും കൂടി ഉണ്ടെന്ന്. നിന്നെ ഒറ്റയ്ക്കൊന്നും വിടത്തില്ല. ശരി ചേച്ചി. നമ്മളെ മാത്രമല്ല എല്ലാവരും ഉണ്ട്. എല്ലാവരും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ മീനു, ലച്ചു, ഷേര, പിന്നെ ടോബിച്ചേട്ടൻ. ആഹാ അവരൊക്കെ ഉണ്ടോ? എല്ലാവരും ഉണ്ട്. ഞാൻ പോയി അമ്മയോട് പറയട്ടെ. ഇനി വാസുവിനെ വിളിച്ചില്ലേ? ആ വാസുണ്ട് ചേച്ചി. മറന്നു പോയി ഞാൻ പറയാം. അമ്പിച്ചേ എന്താ? അതെ ഒരു കാര്യമുണ്ട്. അത് വന്നപ്പോഴേ മനസ്സിലായി. ആ എന്താന്ന് ചോദിച്ചമ്മേ? എന്താ? അതമ്മ ഫാത്തിമയുടെ വീട്ടിൽ റംസാൻ വിരുന്ന് വിളിച്ചു. അതിന് റംസാനൊക്കെ കഴിഞ്ഞല്ലോ. അതല്ലമ്മേ അന്ന് ഞാൻ മിനി ബസ്സിലല്ല ഞാൻ. അതുകൊണ്ടാ നാളെ എല്ലാവരോടും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പോണായിരിക്കുമല്ലേ? ആ അമ്മ ഞാനും ചേച്ചിയും പൊക്കോട്ടെ. ആ പൊക്കോ ഫ്രണ്ട്സ് ഇല്ലേ? അവരുണ്ടമ്മേ. ശരി പൊക്കോ. എനിക്കാണെങ്കിൽ നാളെ ആൻറ്റിയുടെ വീട്ടിൽ പോകാനുള്ള. ഓ രക്ഷപ്പെട്ടു.